ഹരിയാനയിൽ സ്കൂളുകളിൽ കാവ്യവൽക്കരണ നീക്കവുമായി ബി.ജെ.പി. സർക്കാർ. സ്കൂളുകളിൽ ഭഗവത്ഗീത പാരായണം ചെയ്യാൻ നിർദ്ദേശം നൽകി സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ്. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദാണ് എന്നോടൊപ്പം ചേരുന്നത്. അബ്ദുൾ റഷീദ്, നമുക്കറിയാം പൊതുവിദ്യാലയം എന്ന് പറയുന്നത് പല മതവിശ്വാസത്തിലുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഇടമാണ്. അവിടെ മതത്തിനല്ല, മറിച്ച് മാനവികതയ്ക്കും അറിവിനുമാണ് പ്രാധാന്യം നൽകേണ്ടത്. പക്ഷേ നിങ്ങൾ ഭഗവത്ഗീത ചൊല്ലിപ്പഠിക്കൂ എന്നാണ് അവിടുത്തെ ബി.ജെ.പി. സർക്കാർ കുട്ടികളോട് പറയുന്നത്. സമ്പൂർണ്ണമായും കാവ്യവൽക്കരണത്തിലേക്ക് പോകുന്ന വലിയ നടപടി കാണുന്നു അബ്ദുൾ റഷീദ്. ഗുഡ് മോർണിംഗ് മനു. രാജ്യത്തുടനീളം കാവ്യവൽക്കരണം തുടരുന്ന സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരുകളുടെയും ഒരു നീക്കം എന്ന് പറയുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇത്തരത്തിൽ കാവ്യവൽക്കരണം തുടരുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബി.ജെ.പി. സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടാകും. എന്തായാലും ഉത്തരാഖണ്ഡിന് പിന്നാലെയാണ് ഇപ്പോൾ ഹരിയാന വിദ്യാഭ്യാസ ബോർഡും ഇത്തരത്തിൽ ഈ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട ശ്ലോകങ്ങൾ ഈ പ്രാർത്ഥനാ ചടങ്ങുകളിലും അതോടൊപ്പം ഈ അസംബ്ലികളിലും ഉൾപ്പെടുത്തണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെതാണ് ഈ ഉത്തരവ്. അടുത്ത അധ്യയന വർഷം മുതലായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ഹരിയാന സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പ്രധാനമായും അസംബ്ലികളിലും അതോടൊപ്പം ദൈനംദിന പ്രാർത്ഥനാ ചടങ്ങുകളിലുമാണ് ഈ ശ്ലോകങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശമാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും അച്ചടക്കം അതോടൊപ്പം സമഗ്രമായിട്ടുള്ള വികാസം ഉണ്ടാകും എന്നതടക്കമുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി. സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ അതാത് സർക്കാരുകളുടെയും അതോടൊപ്പം മറ്റു സർക്കാർ ഇതര സ്കൂളുകളിലെയും പ്രിൻസിപ്പൽമാർക്കും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ്. എന്തായാലും ഒരു നിർബന്ധിത പഠനം എന്ന നിലയിലേക്ക് ഇപ്പോൾ ഭഗവത്ഗീത കൂടി കടക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കാജനകമായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ചും മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഭൗതികവും അതിനപ്പുറം പൊതുവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ തന്നെയും പഠിച്ച് മുന്നോട്ട് പോകേണ്ട മേഖലയാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ കൂടി ഈ ഒരു വിഷം കുത്തിവെക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ബി.ജെ.പി. സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പദ്ധതി അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കാൻ ഇപ്പോൾ ഹരിയാന വിദ്യാഭ്യാസ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്.